ഇത് നമുക്ക് കൂട്ടിയെ കൂട്ടൂല. ചെറുനാ വടക്കം കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഇത് വായിക്കാത്തല്ല ഉള്ളത്, അല്ല അങ്ങ് തൊണ്ടയുടെ ഉള്ളിലുള്ളത്. പിന്നെ കാല് പിടിക്കണം. ഇവിടെ ഉള്ളത് അങ്ങ് ഉള്ളിലുള്ള. പെരുന്നാളിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് താഹിറിനൊരു ഫോണ് വരുന്നത്. വളർത്തുനായയുടെ ചങ്കിൽ ഒരു എല്ലിന്റെ കഷ്ണം കുടുങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു, ഭക്ഷണം വെള്ളം ഒന്നും ഇറക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി താഹിർ വണ്ടിയെടുത്ത് ഓടുമ്പോൾ ഞാനിതാ അവരുടെ കൂടെ കൂടി തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറത്തുള്ള ഒരു കോളനിയിലേക്കാണ് പോകുന്നത്. എന്താണ് താഹിർ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവൻ വല്ലാത്തൊരു പഹയനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏതൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലും ഒരൊറ്റ പേരേ ഉള്ളൂ, താഹിർ പിണങ്ങോട്. ഒരു കത്തിയുണ്ട് ചേച്ചി. പല റെസ്ക്യൂവിന് പല വലിയ വലിയ സാധനങ്ങളുണ്ടോ, ഈ റെസ്ക്യൂവിന് ചെറിയൊരു സാധനം മതി. ഒരു കത്തിയുണ്ട്. പണിസ്ഥലത്ത് നിന്ന് വരുമോ അത് കുടുങ്ങി പോയതല്ലേ, അതിനകത്ത് പിന്നെ വായൊരു പിന്നെ ഇത് ബടി ഇട്ടിട്ട് ആ ഫോൺ നമ്പർ ഫോൺ നമ്പർ കളയണം. ഒരിക്കലും കളയില്ല. അത്യാവശ്യ വിവാദത്തിൽപ്പെട്ട നിന്റെ നമ്പർ ഞങ്ങൾ കളഞ്ഞിട്ട് എന്തിനാ പറ്റുക? എന്ത് പറ്റിയ? ആരെ കാട്ടി? പിന്നെ കാല് പിടിക്കണം. ആ ചൈനൊരാൾ പിടിച്ചോളൂ, കയ്യും കാലും ഒരാൾ പിടിക്കും. ഫോണൊക്കെ കൈവാക്ക്. കാലും കൂടെ പിടിക്കും, കൈയും പിടിക്കണം. ചേന കൊടുത്തേക്ക്. കൈ പിടി. ഇതിങ്ങോട്ട് മറിച്ചിട്ട് എന്നെ കൊണ്ട് മറിച്ചിട്ട് അങ്ങനെ പിടിക്കാനാണ് പിടിച്ചോട്ടോ. കരിക്കൂല. അങ്ങനെയാണ് പിടുത്തം. കയറിട്ട് താഴെ ഭാഗത്തേക്കും പിടിക്കണം. പരിപാടി ഇതൊന്ന് പിടിക്കും. വണ്ടി ഇവിടെ അല്ല ഉള്ളത്, അങ്ങ് ഉള്ളിലുള്ള വായിലല്ല ഉള്ളത്, തൊണ്ടയിലുള്ളിലുള്ള. ഇവിടെ ഈ കയർ എടുത്തിട്ടോ. അത് പിടിച്ചിട്ടുണ്ട്. ഇത് വായിക്കാത്തല്ല ഉള്ളത്, അല്ല അങ്ങ് തൊണ്ടയുടെ ഉള്ളിലുള്ളത്. ഇവിടെ നമ്മൾ കാണുന്ന സ്ഥലത്തല്ല ഉള്ളത്, അല്ലേ? നമ്മൾ കാഴ്ച കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നു. ഇത് തൊണ്ടന്റെ ഇവിടെ ഉള്ളത്, അത് ഡോക്ടർക്ക് നടക്കുള്ളൂ. മയക്കിയിട്ട് ഇവിടെ എടുക്കും, എന്നിട്ട് പുറത്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ കൊണ്ട് കുട്ടിയെ കൂടാത്ത ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എടുത്തു കൊടുക്കും. പക്ഷെ ഇതുണ്ടോ, ഇത് ഇവിടെ ഇല്ല സാധനം. ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ഇല്ല. ഇതുണ്ടോ, ചെറുനാ വടക്കം കാണുന്നുണ്ട്, പക്ഷെ അതിന് ഉള്ളിലുള്ള സാധനം. ഇത് നമ്മളെ കൂടെ കൂട്ടിയെ കൂടൂല. കാര്യം അത് ഡോക്ടർക്കേ നടക്കുള്ളൂ. കാര്യം അവനെ ആദ്യം മയക്കിയിട്ട് ഈ ചിലപ്പോൾ സർജറിയുമായിട്ട് വേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. കാര്യം ഇവിടെ കിടക്കുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. കാണുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് എടുത്ത് എന്തെങ്കിലും വെച്ചിട്ട് എടുക്കായിരുന്നു. ഇങ്ങോട്ട് തള്ളിവിടാൻ പറ്റുമോ? തള്ള കാണില്ല ചേട്ടാ, കാണില്ല. സാധനം ഇവിടെ ഉണ്ട്, വരില്ല സാധനം. എൻ്റെ കൈ കട്ടിക്ക് കൈ തട്ടുന്നുണ്ട്, പക്ഷെ ഉള്ളിലുള്ള കിട്ടൂല. ഇവിടെയാണ്. ഇത് എക്സ്റേ എടുക്കണം. അവര് എക്സ്റേ എടുക്കും. എക്സ്റേ എടുത്ത് കറക്റ്റ് ആയിട്ട് അറിയാം എവിടെയുള്ളത്. ഈ ഇവിടെ കൊണ്ടുവരുന്നതിനും വൈത്തിരി കൊണ്ടുപോകണം കേട്ടോ. ലക്കിടി കൊണ്ടുപോകണം.
എന്തെങ്കിലും ആയിപ്പോവും. അതിന് ആശുപത്രി കൊണ്ടുപോകണം. അപ്പൊ ഇത് പറഞ്ഞിട്ട് നീ കേറൂലല്ലേ? ഇങ്ങോട്ട് കയറുന്നില്ല, അങ്ങോട്ട് തടവി നോക്കട്ടെ, ചിലപ്പം കയറിയാണെങ്കിൽ രക്ഷപ്പെടും. കയറണം കയറട്ടെ. മുത്തുണ്ടായിട്ടോൾക്കൊക്കെ ഇവിടെ ഓടിപ്പോയി നടക്കാൻ പറ്റുമോ? മുത്തൂണ് ഏൽപ്പിച്ചിട്ട് ലക്കിടി പോണെന്ന് അറിയും. കൽപ്പന പോയി കാര്യം കേട്ടോ. കൽപ്പന എക്സർ ഇല്ല. ലക്കിടി പോണം. ലക്കിടി എല്ലാ സംവിധാനങ്ങളും ഇവിടെ ശ്രീജു ഇല്ല. ലക്കിടി പോണം പറഞ്ഞു. ഇതിവിടെ ചെറിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഒരു സാധനം കാണില്ല അറിയാം. ഒരുവിധം കേസുകളൊക്കെ നമ്മള് കഴിച്ചിലാക്കുന്നത്. പക്ഷെ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. നമ്മൾ കുട്ടികൾ കൂടാത്ത പിന്നെ കാര്യം പറഞ്ഞിട്ട് വരില്ലല്ലോ. എന്നാ പിന്നെ ആരെങ്കിലും ഒന്നോ ഇല്ല, ഒന്നില്ല. ഇത് നമുക്ക് കൂട്ടിയാൽ കൂടൂല. നമുക്ക് എടുക്കുകയാണെങ്കിൽ നിസാര പണിയാണുള്ളൂ. പക്ഷെ ഇത് നമുക്ക് കൂട്ടി കൂടൂല. തായറേ ഒരു രക്ഷയില്ല, അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലേ? നമുക്ക് നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാര്യം അതൊരു ജീവനല്ലേ. അത് തൊണ്ടനെ നമുക്ക് കാണുന്ന സ്ഥലത്താണ് നമുക്കിപ്പോ ചെയ്ത് പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് താഹിറിന് ചെയ്യാൻ കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് ശ്രമിച്ചിട്ടും എല്ല് മാറ്റാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഇതിന് ഓപ്പറേഷൻ വരെ വേണ്ടിവരും എന്ന അവസ്ഥയാണ്. എങ്കിലും ഒരു ജീവൻ വേദനയിലാകുമ്പോൾ അത് നമ്മുടെ കാര്യമല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിന്റെ വേദന മനസ്സിലാക്കി സഹായിക്കാൻ മുന്നോട്ട് വരുന്ന താഹിർ പോലുള്ള ആളുകൾ ഉണ്ടെന്നത് തന്നെ വലിയ പ്രതീക്ഷയാണ്. മനുഷ്യസ്നേഹവും മൃഗസ്നേഹവും ഒരേ മനസ്സിൽ വസിക്കുന്ന ആളുകളാണ് ഈ ലോകത്തെ കൂടുതൽ കരുണയും സ്നേഹവും നിറഞ്ഞതാക്കുന്നത്. അത്തരത്തിലുള്ള മനസ്സുകൾ തന്നെയാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ സൗന്ദര്യവും. അൻവർ വിളിച്ച് താഹിറിനെ, എൻ്റെ മോൻ വിളിച്ചിട്ട് അങ്ങനെ താഹിറിന്റെ ഒരു റെക്കമെൻഡിലും ഈ പോട്ടെടുത്തതിന്റെ പേരിലാണ് നമുക്ക് നായന കിട്ടിയത്. നായന കിട്ടി പറഞ്ഞാൽ ഒരാൾ കാണിച്ചു തന്നു നമ്പർ, ഒരു കർത്താവ് ഉണ്ടാവുമല്ലോ, അവൻ തന്നെ. ഞാനറിയില്ല ഇവരാ പറഞ്ഞത് നിങ്ങളൊരു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ എല്ലാ കാര്യങ്ങളും ബാങ്ക് ഉദ്യോഗസ്ഥ കേട്ടോ. പേരെന്താ? എന്റെ പേര് യശോദ. യശോദ. എവിടെയാ? ജില്ലാ സഹകരണ ബാങ്കിലായിരുന്നു. ജില്ലാ സഹകരണ ബാങ്കിലായിരുന്നു. കേരള ബാങ്കിൽ റിട്ടയർഡ് ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആണല്ലേ? കേരള ബാങ്ക്. ഈ കോളനിയുടെ പേര്? ഇതാണ് ഭർത്താവ്. ശരിയാ, ഉന്നതി അല്ലേ? എന്താ പറ്റിപ്പോയത്? അത് ഞാൻ ചോറ് കൊടുത്തിട്ട് താഴേന്ന് ചോറ് കൊണ്ടുവന്ന് അത് കൊടുത്തതാ. അപ്പൊ ഇത് ഉള്ളത് നമ്മളറിയില്ല. ഇപ്പൊ ഇന്ന് രാവിലെയാ കാണുന്നേ? ഇന്നലെ രാവിലെ കാണുന്നേ. ഇത്ര നേരമായിട്ടൊന്നും ചെയ്തില്ല. അല്ല, ഇവിടെ ആണുങ്ങൾ വേണ്ടേ. അപ്പൊ ഇന്ന് രാവിലെയാണ് ശ്രീധരൻ പറയുന്നത്, പിന്നെ എങ്ങനെയുണ്ട് ഒരാള്, അതിനെ യശോദരൻ്റെ നമ്പർ, അതിനെ വിളിച്ചു നോക്കിയാൽ മതിയെന്ന്. ശരി. അല്ല, ഒന്നും വെള്ളമൊന്നും കുടിക്കുന്നില്ല? ഒന്നും തിന്നുന്നില്ല. ഇന്നലെ ഇനിയിപ്പോ നിങ്ങള് പിന്നെന്താ പറയാ, ഇത് ചെയ്യാൻ പോകും, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. എപ്പോ കൊണ്ടുപോവാ? ശ്രീധരേട്ടൻ പറ്റുമോ? അവര് പണിക്ക് പോയതാ? ശരി, ഞങ്ങൾ പോയിക്കോട്ടെ. താഹിർ ഞങ്ങളെ നാട്ടിന്റെ അഭിമാനാണ്. ഇത്രയും ദൂരത്ത് താഹിർ എത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മിണ്ടാപ്രാണി എന്നല്ല, ആരാണെങ്കിലും താഹിർ എത്തും. ആ നമ്പർ താഹിറിന്റെ നമ്പറല്ലേ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് രാത്രി വേണമെങ്കിലും നിങ്ങൾക്ക് താഹിറിനെ വിളിക്കാം. താഹിർ മാത്രല്ല, ഈ പണങ്ങോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്തരത്തില് ബെറ്റ് എമർജൻസി എന്ന് പറയുന്ന ടീം, അതേപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സത്പ്രവർത്തനങ്ങളായിട്ടുണ്ട്. അപ്പൊ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോ, താഹിറിനെ വിളിക്കാം. എന്നാ പോട്ടെ, ശരി. ഒരൊറ്റ കാര്യം കൂടി, കരുണയുള്ള ഹൃദയങ്ങൾ ഉള്ളിടത്തോളം ഈ ലോകം ഒരിക്കലും ശൂന്യമാവില്ല എന്നതാണ്. റിയലി താങ്ക്സ് ഡിയർ മൈ ഫ്രണ്ട് താഹിർ പിണങ്ങോട്. ബൈ.